ഒന്ന് ഞാൻ പറയുന്നു രാമ, വീട് വിറ്റെങ്കിലും പെൺപിള്ളാരുടെ കല്യാണം ഉടനെ നടത്തണം. തെരുവിലുള്ള ആണുങ്ങളൊക്കെ രുക്മിയെ നോക്കി വായും പൊളിച്ച് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണക്കമ്മത്ത് സമുദായ സ്നേഹം വിചാരിച്ച് എനിക്കൊരു പണി തന്നതുകൊണ്ട് കഞ്ഞി കുടിച്ചെങ്കിലും കഴിയുന്നു. കിടന്നുറങ്ങാനുള്ള ഈ വീടും കൂടി വിറ്റാലും. പ്രായമായ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയാൽ ആപത്ത, പറഞ്ഞില്ലെന്ന് വേണ്ട. ദേവദേവാ, തിരുമലദേവാ. രുക്മ, രുക്മ. നാരായണപ്പയ്യ എന്താ വന്നത്? രുക്മ തറമഴുകാൻ കുറച്ച് ചാണകം വേണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചാണകം കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. രുക്മ, കൈ ചാണകം കൊണ്ടെന്നല്ലോ, സന്തോഷായി. രുക്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത്. രുക്മയുണ്ട്, അവക്കകത്ത് ജോലിയുണ്ട്. പൈ ചാണകം അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ. പൊയ്ക്കോ പൊയ്ക്കോ. നാശം. വെട്ടി വെട്ടി തിന്നോ പണ്ടാറം കേൾവി. നമസ്കാരം. നമസ്കാരം. മാറ്റിക്കാം. ഷേണായി, ആ സെയിൽ ടാക്സിന്റെ കണക്കുകൾ ഒന്ന് ശരിയാക്കണം. കഴിഞ്ഞ മാസത്തെ കണക്കേ ബാക്കിയുള്ളൂ. അതുകൂടി ശരിയാക്കി വെച്ചേക്കൂ. സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ എപ്പോഴാണ് കയറി വരികയെന്നറിയില്ല. ഇവിടെ ഇരുന്ന് എഴുതണ്ട, ആ ബുക്കുകളും എടുത്തുകൊണ്ട് എന്റെ ബംഗ്ലാവിലേക്ക് പോയിക്കോളൂ. ശരി. രാമകൃഷ്ണനായുടെ അമ്മയല്ലേ? അതെ. വെയിലത്ത് നടന്ന് ചാണം പെറുക്കുന്നത് എന്തിനാണ്? വളത്തിലാണോ? ചിതയ്ക്കാണ്. ചിതയ്ക്കോ? ആ, എനിക്ക് വയസ്സായിരിക്കല്ലേ. എന്റെ മോന് വേണ്ടിടത്തോളം പ്രാരാബ്ധമുണ്ട്. എന്റെ ശവദാഹത്തിന് കൂടി അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ച എന്റെ ശവദാഹത്തിന് ആവശ്യമുള്ള ചാണകവരളികൾ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. ബാപ്പമ്മ, സ്വന്തം ചിതയ്ക്കെന്നും പറഞ്ഞ് വരലി ഉണക്കുന്നത് കാണുന്നത് ഞങ്ങൾക്ക് വിഷമമാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല മോളെ. പ്രായമായാൽ മരിക്കും. ഞാൻ മരിക്കുമ്പോൾ എന്റെ മോനൊരു പ്രയാസം വരരുത്. നമ്മുടെ കൂട്ടരിൽ ചിലര് ചില കാര്യങ്ങൾക്ക് എനിക്ക് ദക്ഷിണ തരാറില്ലേ? ആ പൈസയെല്ലാം ഞാനൊരു തകരപ്പെട്ടിയിലിട്ട് കട്ടിലിന്റെ തലയ്ക്ക് വെച്ചിട്ടുണ്ട്. മോളത് ഓർത്തുകൊള്ളണം. പെപ്പമ്മ മരിച്ചാൽ പെപ്പമ്മയുടെ കർമ്മങ്ങൾ നടത്താൻ അത് മതിയാകും. നീ ഇവിടെ ഇരുന്ന് കുറച്ച് വരളി ഉണ്ടാക്ക്. എനിക്ക് വിഷമമാണ് ബപ്പമ്മ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇത് എങ്കി വേണ്ട. നീ പോയി മേല് കഴുക. സന്ധ്യക്ക് വിളക്ക് വെക്കേണ്ടതല്ലേ? സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. സാറ് പ്രൈവറ്റ് ആയിട്ടൊരു സംസ്കൃത പാഠശാല നടത്തിയിരുന്നെന്ന് കേട്ടു. നേരാണ്. പഠിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ അത് നിർത്തി. കമ്മത്തിന്റെ കടയിൽ കണക്കെഴുതാൻ കൂടി. എന്താ ചോദിച്ചത്? ഞാൻ കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അറിയാവുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പകൽ സമയം ഞാൻ കടയിലായിരിക്കും. സന്ധ്യ കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാം. എന്താ പോരെ? ശരി സാർ.
അതെ, നിങ്ങൾ ഏതാണ്? ഞാൻ തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. രഘു എന്നാണ് പേര്. സംസ്കൃതം ഏതുവരെ പഠിച്ചു? ശബ്ദരൂപവും ധാതുരൂപവും അമരകോശവും ഒക്കെ പഠിച്ചോ? രഘുവംശം വരെ പഠിച്ചു. അപ്പൊ പഠിപ്പിക്കാൻ എളുപ്പമായി. സൗകര്യം പോലെ വന്നോളൂ. ശരി. ആ രഘു, തുടങ്ങാറുന്ന് നല്ല ദിവസമാണ്. ഇന്ന് തന്നെ വരാൻ സാർ. ഷേണായി സാറില്ലേ? ഉണ്ട്. ബപ്പ, ഒരാൾ അന്വേഷിച്ചു വന്നിരിക്കുന്നു. രഘു ആയിരിക്കും. സംസ്കൃതം പഠിക്കാൻ വന്നതാണ്. തൈപ്പറമ്പിൽ നാരായണമേനോന്റെ മകനാണ്. എന്തോ ആ കുട്ടിക്ക് സംസ്കൃതം പഠിക്കണമെന്ന നല്ല ബുദ്ധിയുണ്ടായി. മോള് ഗ്രന്ഥങ്ങൾ ഇരിക്കുന്ന അലമാരിയിൽ നിന്ന് കുമാരസംഭവവും ശാകുന്തളവും ഇനി എടുത്തോളൂ. ആ, നീ കുറച്ചു നാളായി പഠിത്തമൊക്കെ നിർത്തിയിരിക്കുകയല്ലേ? ഇതൊരവസരമാണ്. വന്നിരുന്ന് പഠിച്ചോളൂ. അത് വേണ്ട. അന്യജാതിയിൽപ്പെട്ട പുരുഷന്റെ അടുത്തിരുന്ന് പഠിക്കണ്ട. വിദ്യ അഭ്യസിക്കുന്നിടത്ത് ജാതിയും മതവും ആണും പെണ്ണും വ്യത്യാസമില്ല. ആചാരങ്ങളും മര്യാദകളും ഒന്നും ഇല്ലാതായി. പെൺകുട്ടികളെ വയസ്സറിയിച്ചു കഴിഞ്ഞാലും പഠിപ്പിക്കുക, അതും ആണുങ്ങളുടെ കൂടെ. കുമാരസംഭവവും ശാകുന്തളവും ഞാൻ പറഞ്ഞുതരാം. കൂട്ടത്തിൽ അലങ്കാരശാസ്ത്രം പഠിക്കാൻ കുവലയാനന്ദം കൂടി പഠിക്കുക. സാറിന്റെ ഇഷ്ടം. തരൂ മോളെ. മോള് കൂടി ബെഞ്ചിലിരുന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു ദക്ഷിണ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാ പരൗതോയ നിധിർവഗാഹ്യ സ്ഥിതഃ പൃഥിവ്യ ഇവ മാനദണ്ഡ. ഹിമാലയ പർവ്വതത്തിന് ദൈവീകത്വമാണ് കാളിദാസ മഹാകവി കൽപ്പിച്ചിരിക്കുന്നത്. ഹിമോൽപുത്രിയാണല്ലോ ശ്രീപാർവതി. ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് മഹാസമുദ്രങ്ങളെ മുട്ടി നിൽക്കുന്ന ഒരളവുകോൽ എന്ന മാതിരിയാണ് ഹിമാലയ പർവ്വതത്തിന്റെ കിടപ്പ് എന്നാണ്. രഘു, ഈ ശ്ലോകം ഒന്ന് വായിക്കൂ. അസ്തി ഉത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമഃ നഗാധിരാജ പൂർവാ പരൗതോയ നിധിർവഗാഹ്യ സ്ഥിതഃ പൃഥിവ്യ ഇവ മാനദണ്ഡ. രുക്മ, 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 ഞാൻ പപ്പടം വിൽക്കാൻ പോവാണ്. രുക്മ അവിടെ പോയി? ഒരിടം വരെ പോയി. ഞാൻ കൂടെ വരട്ടെ? ചാണകം കൊണ്ടുവരാനോ വിറക് കീറാനോ തെങ്ങിന്റെ പുറത്ത് കയറാനോ ഞാൻ കൂടെ വരാം. പോയി പപ്പടം വെക്ക്. തിരുമൽ ദേവ, നീ എനിക്ക് പരീക്ഷിക്കുകയാണ്. ലക്ഷ്മി, 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 വെള്ളം ഞാൻ വീട്ടിൽ കൊണ്ടു തരാം. മറ്റേ ഇവിടെ ഇരിക്കട്ടെ. ഈ കളം തറൂ, ബക്കറ്റ് തരൂ, ബാക്കി എനിക്ക് തലയിൽ വെക്കൂ. എവിടെ കഷ്ടമുണ്ട് അവിടെ നാരായണപ്പയുണ്ട്. എന്റെ പപ്പടം പറ്റി എടുത്തോളൂ. എന്തായാലും പൈ നല്ല സ്നേഹമുള്ളവർ. അയ്യോ, എനിക്ക് നാളുമാകുന്നു. അയ്യോ തിരുമൽ ദേവ, വെള്ളം എല്ലാം പോയി. ഞാൻ എന്താ ചെയ്യാ? അത് ഒടുക്കലൊക്കെ അയ്യോ, വെള്ളം പപ്പടത്തിൽ പോയി, പപ്പടം വെള്ളത്തിൽ പോയി. ഞാൻ എന്ത് ചെയ്യും? 2 4 5 നോക്ക, പിന്നെ പിന്നെ വെള്ളം. എവിടെ പോയിട്ട് വരുന്നു? ശ്രീമന്തിനിയുടെ വീട്ടിൽ. അതാരാണ്? എന്റെ കൂട്ടുകാരി.
രുക്മ